കോട് മിഠായി തെരുവിലും മാനാഞ്ചിറയിലും ഒക്കെ തന്നെയും പോകുന്നത് സംഘർഷം ഉണ്ടാക്കാനായിരുന്നു എന്നൊരു സംശയം സ്മൃതി പ്രകടിപ്പിച്ചല്ലോ. നോക്കൂ, തീർച്ചയായും ആ, ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നോക്കൂ, കോഴിക്കോട് ഒരാൾ ഒരു കടലാസ് ഇതുപോലൊരു കടലാസ് ചുരുട്ടി എറിഞ്ഞാ മതി, എറിഞ്ഞിരുന്നെങ്കിൽ എറിഞ്ഞാ മതി, അത്ര മതി. ആ പോകുമ്പോൾ എറിഞ്ഞാൽ മതി. കാരണം അവിടെ മിഠായി തെരുവിലാണ് എന്നുള്ളത് എന്തായാലും ബി ജെ പിക്ക് അറിയാമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ആ, ഈ ചിദാനന്ദപുരിയൊക്കെ നേരത്തെ അദ്ദേഹത്തെ ചെന്ന് കണ്ടിരുന്നു. അപ്പോൾ ചിദാനന്ദപുരി അടക്കമുള്ളവർ ഈ മിഠായി തെരുവ് എന്നുള്ളത് മാനാഞ്ചിറ എന്നുള്ളത് നിഷ്കർഷിച്ച് അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ടേക്ക് എനിക്ക് പോലീസുകാരൊന്നും വേണ്ട എന്ന് പറയുന്നത്. നമ്മൾ വളരെ മിഠായി തെരുവ്, ഞാൻ ഇന്നലെ മിഠായി തെരുവിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെ അലുവയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. നോക്കുക, അവിടെ ഒരാൾ കടലാസ് വലിച്ചെറിഞ്ഞാൽ തീരുന്നതായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ക്രമസമാധാന നില എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഘടിച്ചു വന്നവരെല്ലാം തന്നെയും അതിനെതിരെ പ്രതിഷേധിക്കും. അത് വലിയ രീതിയിൽ ഗവർണർക്കെതിരായിട്ടുള്ള പ്രകോപനമായി കാണും. അവിടെ വലിയ സംഘർഷം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നമ്മൾ എന്താ കാണുന്നത്? സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ 2.5 വർഷക്കാലം പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയക്കുക എന്ന് വെച്ചാൽ നിഷേധാത്മക സമീപനം. രാഷ്ട്രപതിക്കേക്ക് അയക്കുക എന്ന് പറയുമ്പം സംസ്ഥാന നിയമസഭയുടെ ഒരു ബില്ല് വെളിച്ചം കാണാൻ പാടില്ല എന്നുള്ള നിഷേധാത്മക സമീപനം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് എത്തുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്നു. ഇനിയിപ്പോൾ എന്താണ്, ക്രമസമാധാന നില തകരാറിലാണ് എന്ന് സ്ഥാപിക്കുക. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുക. മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവർണർ തന്നെ നടന്ന് ചെല്ലുകയാണ് ആളുകളുടെ ഇടയിൽ. നമുക്ക് ആളുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവരുടെ അനുവാദം ഇല്ലാതെ എടുത്തു പൊക്കുക, ഫോട്ടോഗ്രാഫിന് വേണ്ടി അവരെ പോസ് ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി വേറൊരാളുടെ കൂടെ ഫോട്ടോഗ്രാഫിന് പോസ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അതൊക്കെ വേറൊരു വിഷയം. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ 2 കാര്യങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തത വരുത്താൻ നോക്കിയിട്ടുണ്ട്. ഒന്ന്, കേരളത്തെ പോലീസ് വളരെ നല്ല പോലീസാണ്, പക്ഷേ പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് ഈ പറയുന്ന നല്ല പോലീസ്? 1984 അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയായി പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കാലഘട്ടം മുതൽ കേരളത്തിലെ പോലീസ് നല്ലതായിരുന്നു, ഇപ്പോഴും നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് നല്ലതായത്? UDF-ഉം LDF-ഉം 2 മതേതര സംവിധാനങ്ങൾ ഭരിച്ച പോലീസാണിത്. നോക്കൂ, എല്ലാ കാലഘട്ടത്തിലും വർഗീയ കലാപത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? എ റൈറ്റ് ക്യാൻ ബി കൺട്രോൾഡ് വിതിൻ 24 hours അൺലസ് ദ സ്റ്റേറ്റ് വാണ്ട്സ് ഇറ്റ് അതർവൈസ് എന്നാണ്. കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ഉം CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF-ഉം ഭരിച്ചതുകൊണ്ടും പോലീസിനെ അത്തരം കലാപങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചതുകൊണ്ടുമാണ്. അപ്പോൾ കേരള പോലീസ് ആ നിലയിൽ ഒരു ജനാധിപത്യ ബോധം ഉണ്ടായിട്ടുള്ളത്, കൃത്യമായി ക്രമസമാധാന നില പരിപാലിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജനാധിപത്യ പാർട്ടികൾ ഭരിച്ചുകൊണ്ടാണ്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അത് സാധിച്ചില്ല. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട, കണ്ണൂരിലെ ജനങ്ങൾ വളരെ സ്നേഹസമ്പന്നരാണ് എന്നൊരു തിരുത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ണൂരിലെ ജനങ്ങൾ സ്നേഹസമ്പന്നരാണ് എന്നുള്ള തീട്ടൂരൊന്നും ഇവിടെ കണ്ണൂരുകാർക്കും വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ട. അവിടെ നോക്കൂ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി, ഞാൻ മിനിയാന്ന് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി ഇന്ന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. അന്ന് 1971 ഡിസംബറിലാണ് തലശ്ശേരിയിൽ മെരുവമ്പായി പള്ളിക്ക് കാവൽ നിന്നത്. MV രാഘവൻ, എൻ്റെ അച്ഛൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പം, പിണറായി വിജയൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അന്ന് തലശ്ശേരി എന്ന പ്രദേശം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം RSS അതിൻ്റെ പരീക്ഷണശാലയാക്കാൻ ഉദ്ദേശിച്ചത് തലശ്ശേരിയായിരുന്നു എന്നുള്ള. ഇന്നും തലശ്ശേരി എന്ന് പറയുന്നത് വലിയ നിലയിൽ RSSൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. ഏറ്റവും ആദ്യത്തെ ശാഖ ഉണ്ടായിട്ടുള്ളത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ശാഖ തലശ്ശേരിയിലാണ്. അവിടെയാണ് അന്ന് വർഗീയ കലാപം ഉണ്ടായപ്പോൾ മെരുവമ്പായി പള്ളിക്ക് മുമ്പിൽ കാവൽ നിന്ന UK കുഞ്ഞിരാമനെ RSSകാർ കുത്തിക്കൊന്നിട്ടുള്ളത്. അപ്പോൾ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള സമരത്തിലൂടെയാണ് കണ്ണൂർ അല്ലെങ്കിൽ കേരളം എന്നും അറിയപ്പെട്ടിട്ടുള്ളത്. അവിടെ ഈ പറയുന്ന ബ്ലഡി ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ ഇടത്ത് അതിനെ തിരുത്താൻ വേണ്ടി കണ്ണൂരുകാർ നല്ലവരാണെന്നൊന്നും പറഞ്ഞാൽ പോരാ. പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന് ബ്ലഡി ഹിസ്റ്ററി എന്താണ്, ബ്ലഡി ഹിസ്റ്ററി ഉണ്ട് എന്നാണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാനുള്ള
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊലപാതക 35 രാഷ്ട്രീയം വയസ്സ് അദ്ദേഹം പറഞ്ഞു. എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം വെച്ചിരിക്കുന്നത്. കൊലപാതക 37 രാഷ്ട്രീയം എന്ന് പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയമൊക്കെ എന്താ? കൊലപാതക രാഷ്ട്രീയത്തിനൊക്കെ കൃത്യമായ കാരണങ്ങൾ അവിടെയുണ്ട്. ബ്ലഡി ഹിസ്റ്ററി കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ട് എങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ജന്മിത്വത്തിനെതിരായ സാമ്രാജ്യത്വത്തിനെതിരായ സമരമായിരുന്നു. ആ സമരത്തിലൂടെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. RSSനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളുടെ തന്തയ്ക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ തന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ മുകളിലോട്ട് നോക്കും എന്നതുപോലെ RSSനോട് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് ചോദിച്ചാൽ മുകളിലോട്ട് നോക്കുക മാത്രമാണ് ചെയ്യുക, അല്ലെങ്കിൽ തിരിഞ്ഞു കളിക്കുക ചെയ്യുക. അതുപോരാ, നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങളുടെ റോൾ എന്താണ്, ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയുള്ള സമരത്തിലുള്ള റോൾ എന്താണ് എന്ന്. Meet the editors.